പാർലമെന്റ് സെഷൻ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം സെഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇന്നും തുടരും. സ്റ്റാർലിങ്ക്, മണ്ഡല പുനർനിർണയം, ദേശീയ വിദ്യാഭ്യാസ നയം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രണ്ട് സഭയിലുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും പാർലമെന്റിലെ ഇന്നത്തെ ഒരു നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് സ്വാതിയോട് ചോദിച്ചറിയാം. ദില്ലിയിൽ നിന്ന് സ്വാതി എവിടെ? സ്വാതിയെ കാണുന്നില്ലല്ലോ. സ്വാതി ഗുഡ് മോർണിംഗ്. സ്വാതി ഗുഡ് മോർണിംഗ്. അതെന്താ സ്വാതിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ മനു ചിരിച്ചത്? സ്വാതി നിൽക്കട്ടെ, എന്താണ് സ്വാതിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞത്? സാധാരണ വിനിഷയായിരുന്നു ഗുഡ് മോർണിംഗ് പറയാറുള്ളൂ. ഞാനത് എടുത്തു പറഞ്ഞ് അങ്ങ് ചിരിച്ചു പോയതാ. ഒന്നുമില്ല, ഇവിടെ ഒരു കൊതിക്കറിവ് പറഞ്ഞതാ സ്വാതി. എന്താണ് ഇന്ന് പാർലമെന്റിലെ കഥ? എന്നാ ഞാനും കൂടാണ്, എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്വാതി. മനു, എന്തായാലും ഇന്ന് പാർലമെന്റ് ബജറ്റ് സമ്മേളനം രണ്ടാം സെക്ഷൻ ബാക്കി ആരംഭിക്കുക തന്നെയാണ്, തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ വിഷയങ്ങൾ ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ചർച്ചയായ വിഷയം ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ അവകാശ ലംഘന നോട്ടീസ് CPI MP നൽകിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് JP നദ്ദ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ, ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വേതനവുമായി ബന്ധപ്പെട്ട നിരവധി കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് നൽകിയിട്ടുള്ളത്. അതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായിട്ടുള്ള ബാക്കി എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ കാത്തിരിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പോലെ മനു നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം, അതോടൊപ്പം മണ്ഡല പുനർനിർണയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയും ഇന്ന് ഈ സഭയിൽ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം നൽകാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങൾ, പ്രധാന വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം നൽകുമ്പോൾ പോലും അത് പരിഗണിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം സഭയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാജ്യസഭയിലടക്കം ഈ വിഷയങ്ങളെല്ലാം പ്രതിപക്ഷം രാജ്യസഭാ അധ്യക്ഷനോട് ഈ വിഷയം എന്തായാലും ചൂണ്ടിക്കാണിക്കും. കഴിഞ്ഞ നിരന്തരമായി ഈ നോട്ടീസുകളൊക്കെ തള്ളിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം എന്തായാലും പ്രതിപക്ഷം അറിയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. 2025-26 ജലശക്തി മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്രാൻഡിനായുള്ള ആവശ്യങ്ങളുടെ ചർച്ചയും വോട്ടെടുപ്പും എന്തായാലും ഇന്ന് ലോക്സഭയിലും നടക്കും. ഇതിലേറ്റവും പ്രധാനമായി കാണേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ ID-യും ആധാറുമായി മായി ബന്ധപ്പെട്ട ചർച്ചയും അതോടൊപ്പം ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ വോട്ടർ പട്ടിക സംബന്ധിച്ച ക്രമക്കേട് വിഷയങ്ങളൊക്കെ തന്നെയും സഭയിൽ ചർച്ചയായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ വിഷയം എന്തായാലും ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭയിൽ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്നാൽ ഇതിനോടൊന്നും ഒരു കൃത്യമായ മറുപടി നൽകാനോ വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ പോലും വ്യാജമായ കണക്കുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളുമാണ് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ വിഷയം അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിന് വളരെ കൃത്യമായൊരു കണക്കുകൾ ഇന്ത്യയിലേക്ക് കടത്തപ്പെടുന്നത് അല്ലെങ്കിൽ അനധികൃതമായി കഴിയുന്ന അമേരിക്കയിൽ കഴിയുന്നവരുടെ കൃത്യമായ കണക്ക് പോലും അമേരിക്ക ഇതുവരെയും ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല എന്നുള്ള ഒരു വ്യക്തത കുറവ് വരുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസവും സഭയിൽ കൈമാറുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ചും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ ചർച്ചയ്ക്കായി ലോക്സഭയിലും രാജ്യസഭയിലും വരുമ്പോൾ അതിനെ ഒന്നും പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ തുടരുക തന്നെയാണ്. അത്തരത്തിൽ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും ഇന്നും സഭയിൽ ചർച്ചയ്ക്കായി വരിക. അതിന് ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ കാണുന്നത്, അതിന് ഏത് തരത്തിൽ മറുപടി നൽകും എന്നുള്ളതൊക്കെ തന്നെയും ഇനി കാത്തിരിക്കേണ്ട വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മണ്ഡല പുനഃക്രമീകരണം തുടങ്ങിയ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഇന്ന് സഭയിലേക്ക് എത്തും. മനു, വിനിഷ.